പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. YS അഭിനന്ദുണ്ട് ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് തത്സമയം. അഭിനന്ദൻ, ആ വിമാനം അല്പസമയം വൈകുമെന്നുള്ള അറിയിപ്പ് നേരത്തെ വന്നിരുന്നു. എപ്പോഴാണ് മൃതദേഹം എത്തിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിനന്ദൻ? ഉന്മേഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം അല്പസമയത്തിനും തന്നെ എത്തുമെന്നാണ് അറിയിച്ചത്. 7:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യും. ഏതാണ്ട് 8:30 പുറത്തേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വിവിധ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുമ്പ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം ആലുവ MLA അൻവർ സാദത്ത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആയിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ അദ്ദേഹം ഒരു നിറ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നുള്ള ആളുകൾ, ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയാൽ ഏതാണ്ട് 2 ഒരു 10 മിനിറ്റോളം ഇവിടെ ചെറിയൊരു പൊതുദർശന ചടങ്ങും ഇവിടെ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബവും ഒപ്പം ഉണ്ടാകും. കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 5 വർഷം മുമ്പാണ് പ്രവാസ ജീവിതം മുഴുവനും അവസാനിപ്പിച്ചേക്ക് ഇവിടെ എത്തിയത്. പലതരത്തിലുള്ള ആളുകളുമായിട്ട് ദിനംതോറും സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ്. സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനായ ആളുകളുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പല പരിപാടികളും, ചെങ്ങമ്പുഴ പാർക്കൊക്കെ കേന്ദ്രീകരിച്ച് പല സാംസ്കാരിക പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നതിനകത്ത് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ്. വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മകൾ ദുബായിൽ നിന്ന് എത്തിയത്. മകളും 2 കുട്ടികൾ കൂടിയാണ് ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഹൈദരാബാദിലെത്തി ഒരു ബന്ധുവീട് സന്ദർശിച്ച ശേഷമാണ് പഹൽഗാവിലെ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് പോകുന്നത്. അത്രമാത്രം യാത്രയെ സ്നേഹിക്കുന്ന, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും വളരെയധികം ആക്റ്റീവായി നിന്നുകൊണ്ടിരുന്ന ഒരാളെയാണ് ഇത്തരത്തിലേക്ക് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാറിയത്. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഇപ്പോഴും നാടും വീടും നഗരവും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യം ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴും ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുടരുകയാണ്. മന്ത്രിമാരായ J ചിഞ്ചുറാണിയും P പ്രസാദും ആയിരിക്കും സർക്കാരിന്റെ ഭാഗമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സുരേഷ് ഗോപി അടക്കമുള്ളവർ എത്തുമെന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം പാലാരിവട്ടത്തും റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ മോർച്ചറിയിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി 7 മണി മുതൽ 9 മണി വരെ ചെങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം ഏതാണ്ട് 3:30 മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകളുമായിട്ട്, എല്ലാ ആളുകളുമായിട്ടും നിരന്തരമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ധൈര്യത്തോടുകൂടി ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം രാഷ്ട്രീയരംഗത്ത് നിറസാന്നിധ്യമായതുകൊണ്ട് അവിടേക്ക് എത്തും. ഒരു ജനപ്രതിനിധിയെ പോലെ തന്നെ കാര്യങ്ങളെല്ലാം കേട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളെല്ലാം എടുത്ത് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മൃതദേഹം അല്പസമയത്തിനകം എത്തുമ്പോഴും ആളുകളുടെ ഒരു ഒഴുക്ക് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കും. പിന്നീട് പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ മോർച്ചറിയിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. ഉന്മേഷ്, YS അഭിനന്ദാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.